ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ആൻറ്റീസ് കിച്ചൺ. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മുഗളായി ചിക്കൻ കറിയാണ്. ഞാനിത് ഉണ്ടാക്കിയപ്പോൾ വളരെ ടേസ്റ്റിയാണ് കേട്ടോ. അതാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. നിങ്ങൾ ഈ ചാനൽ കാണാത്തവർ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയറും ചെയ്യുക. ബെല്ലൈക്കനും കൂടി ഒന്ന് അടിച്ചേക്കണേ. ഇനി റെസിപ്പിയിലേക്ക് പോകാം. ഞാനിവിടെ 1.5 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. നല്ല വൃത്തിയാക്കിയ ചിക്കനിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. നല്ലോണം ഒന്ന് കുഴച്ച് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. എന്നിട്ട് നല്ലോണം മിക്സാക്കി അരമണിക്കൂർ മാറ്റി വയ്ക്കാം. പിന്നെ ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് മസാല തേച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. ഒരു ഭാഗം ഫ്രൈ ആയാൽ മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് എല്ലാ ഭാഗവും ഒരുപോലെ ഫ്രൈ ആക്കി 1/4 വേവ് വേവിച്ചെടുക്കാം. എല്ലാം ഫ്രൈ ആക്കി ഇതാ എടുത്തിട്ടുണ്ട്. ഇനി ആ ഓയിലിൽ തന്നെ 4 സവാള ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്തത് ഇട്ട് കൊടുത്ത് വഴറ്റാം. ഒരു ബ്രൗൺ നിറമാവുന്നത് വരെ വഴറ്റാം കേട്ടോ. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് 2 ടീസ്പൂൺ വീതം ചേർത്ത് കൊടുക്കാം. എല്ലാം ഒന്ന് മിക്സാക്കാം. ഇനി പൊടികളാണ് ചേർക്കേണ്ടത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 4 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, എരിവുള്ള മുളക് പൊടി 1/2 ടീസ്പൂൺ, പിന്നെ ചിക്കൻ മസാല 2 ടീസ്പൂൺ, ഇതെല്ലാം ഒന്ന് വറുത്തെടുക്കണം കേട്ടോ. നല്ല ഫ്രൈ ആയ മണം വരുമ്പോൾ 3 തക്കാളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. എല്ലാം ഒന്ന് മിക്സാക്കി യോജിപ്പിച്ചെടുക്കാം. ഉപ്പ് കുറവാണെങ്കിൽ 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം ഒന്ന് മിക്സാക്കി എടുക്കണം കേട്ടോ. ഇതിലേക്ക് ഫ്രൈ ചെയ്ത ചിക്കൻ ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 25 കാഷ്യൂനട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അത് മിക്സിയുടെ ജാറിലിട്ട് അടിച്ച് ഈ മസാലയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇതിലേക്ക് ഒരു 5 ടീസ്പൂൺ തൈര് ഒഴിച്ചു കൊടുക്കാം. എല്ലാം ഒന്ന് ഇടയ്ക്കിടയ്ക്ക് യോജിപ്പിച്ചെടുക്കണം കേട്ടോ. ഇതിലേക്ക് ഒരല്പം ചൂടുള്ള വെള്ളം ഒഴിച്ച് നല്ലോണം ഇളക്കി യോജിപ്പിച്ചെടുക്കാം.
ഒന്ന് തിളച്ച് തിക്കായി വരുമ്പോൾ അല്പം മല്ലിയില ചേർക്കാം. പിന്നെ നമുക്ക് ഒരല്പം കസ്തൂരി മേത്തിയും ചേർത്ത് കൊടുക്കാം. പിന്നെ ഇളക്കി യോജിപ്പിച്ച് ചൂടോടുകൂടി ചോറ്, പൊറോട്ട, ചപ്പാത്തി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫുഡിനോടൊപ്പം മുഗളായി ചിക്കൻ കറി കഴിക്കാവുന്നതാണ്. വളരെ രുചികരമായ ഈ ഡിഷ് നിങ്ങളും ട്രൈ ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് മുടങ്ങാതെ കാണണം ട്ടാ. താങ്ക് യു ഫ്രണ്ട്സ്. അസ്സലാമു അലൈക്കും.